ഫ്രാൻസിസ് പാപ്പ ദിവംഗതനായത് ലോകത്തിന് മുഴുവനും ദുഃഖകരമായ വാർത്തയാണ്. എന്നാൽ അദ്ദേഹം പലപ്പോഴും നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത് പ്രത്യാശയോടുകൂടെ മുന്നേറുവാനാണ് നിത്യജീവിതത്തിലേക്ക്. പ്രാർത്ഥനയുടെ പാപ്പയായിരുന്നു. ഈ ജൂബിലി ഒരുക്കത്തിനായിട്ട് തന്നെയും അദ്ദേഹം പ്രാർത്ഥനയുടെ ഒരു വർഷമാണ് പ്രഖ്യാപിച്ചത്. 2024 ജനുവരിയിൽ തുടങ്ങി ഡിസംബർ 24 ജൂബിലിയുടെ കവാടം തുറക്കുന്നവരെയും അത് പ്രാർത്ഥനയുടെ വർഷമായിരുന്നു. പ്രാർത്ഥനയെക്കുറിച്ച് അദ്ദേഹം പലപ്പോഴും നമ്മളെ ഓർമ്മിപ്പിച്ചത് ടു ലിസൺ, കേൾക്കുക. ദൈവത്തെ കേൾക്കാൻ നിശബ്ദത ആവശ്യമാണ്. പ്രാർത്ഥനയിലുള്ള ആ നിശബ്ദതയെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചു. മിണ്ടാതിരുന്നാലേ കേൾക്കാൻ പറ്റുള്ളൂ. അത് ദൈവത്തെ മാത്രമല്ല അപരനെയും കേൾക്കുവാൻ നമ്മെ പഠിപ്പിച്ചു. ദൈവത്തെ കേട്ടതുകൊണ്ട് തന്നെയാണ് പാപ്പ ലോകത്തുള്ള എല്ലാവരോടും ആ കാരുണ്യം കാണിക്കുവാൻ, അവരോടുള്ള സോളിഡാരിറ്റി കാണിക്കുവാൻ, അവരോടുള്ള ഐക്യം പ്രകടിപ്പിക്കുവാൻ പാപ്പയ്ക്ക് കഴിഞ്ഞത്. ഭിന്നശേഷിക്കാരായാലും വിഭിന്ന ആഭിമുഖ്യമുള്ളവരായാലും ദരിദ്രരോട്, ജയിലിലുള്ളവരോട്, മുത്തശ്ശന്മാരോടും പാവപ്പെട്ടവരോടും വൃദ്ധജനങ്ങളോടും കുട്ടികളോടും യുവാക്കളോടുമൊക്കെയും ആ തുല്യമായ ക്രിസ്തുവിനടുത്ത ഭാവം, എല്ലാവർക്കും എല്ലാമായ പാപ്പ എത്രമാത്രം സ്നേഹത്തോടെ ആ സെറബ്രൽ പാൾസി ഉണ്ടായ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് നമ്മൾ ഓർക്കുന്നുണ്ട്. പാപ്പയുടെ സീറ്റിൽ കയറിയിരിക്കുന്ന ആ ബാലനെയും, പാപ്പയുടെ സ്കൾ ക്യാപ്പ് ചോദിച്ച ബാലനെയും, അവനോട് പാപ്പ കാണിച്ച ക്രിസ്തുവിനടുത്ത ശിശുക്കളുടെ വാത്സല്യം നാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ സഭയിലെ തെറ്റുകളെ തിരുത്തുവാൻ അദ്ദേഹം എടുത്ത ധീരമായ ചുവടുവയ്പ്പുകൾ, സഭാ നവീകരണത്തിൻ്റെ കാര്യമായി തന്നെ സഭാ നിയമത്തെ അദ്ദേഹം വേറൊരു പാപ്പയേക്കാൾ കൂടുതലുമായിട്ട് പുതിയ കാനൻ നിയമത്തെ നവീകരിച്ചു എന്ന് തന്നെ പറയാം. അടിമുടി ഉള്ളൊരു നവീകരണമായിരുന്നു. സഭയുടെ നിയമം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ആ അർത്ഥത്തിൽ തന്നെയാണ് സഭയുടെ ശിക്ഷാ നിയമങ്ങളെയും കർക്കശമാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം അത് പാലിച്ചത്. സഭയിലെ അംഗത്വത്തെക്കുറിച്ചും ഒക്കെയുള്ള പൊതുവായ ദർശനങ്ങൾ ഒരുമിച്ച് വരുവാൻ സഭയിലെ 2 കോഡുകളെയും അദ്ദേഹം ഐക്യപ്പെടുത്തുന്ന വിധത്തിൽ നിയമത്തെ സഹായിക്കുന്ന നിയമനിർമ്മാണങ്ങൾ നടത്തുകയും നവീകരണങ്ങൾ നടത്തുകയും ചെയ്തു. മാത്രമല്ല, സഭയുടെ സ്വഭാവത്തെക്കുറിച്ച് 2ാം വത്തിക്കാൻ സുനോദോസിന് ശേഷം തിരുപ്പട്ടം സ്വീകരിച്ച വ്യക്തിയാണ് ഫ്രാൻസിസ് പാപ്പ. ബ്യൂണസ് അയേഴ്സിൽ 2025 ആകുമ്പോൾ 1969 പട്ടം സ്വീകരിച്ച അദ്ദേഹത്തിൻ്റെ വത്തിക്കാൻ സുനോദോസിന് ശേഷമുള്ള സഭയുടെ ശരിക്കുള്ള കാഴ്ചപ്പാട് കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അത് സഭ ഒരു തീർത്ഥാടന സമൂഹമാണെന്ന്, ദൈവജനമാണെന്ന്, കുരിശിനെ ആശ്ലേഷിച്ചുകൊണ്ട് വിശ്വാസത്തിന് അങ്കുരമിട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ശ്രവിക്കുന്ന ഒന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. സിനഡാലിറ്റി എപ്രകാരമാണ് പ്രായോഗികമാക്കേണ്ടതെന്നും അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. പാപ്പ വളരെ അഫക്ഷനേറ്റ് ആയിരുന്നു. അത് വ്യക്തിപരമായ അനുഭവം കൂടിയാണ്. പ്രത്യേകമായും ഓരോ മെത്രാനോടും, ഓരോ വൈദികനോടും, ഓരോ സെമിനറിക്കാരനോടും ഒക്കെ കാണിക്കുന്ന ആ വാത്സല്യം. ഭാരത മെത്രാന്മാർ സന്ദർശിച്ച വേളയിൽ ഞങ്ങളോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഓർക്കുന്നു: എനിക്ക് ഇന്ത്യ സന്ദർശിക്കാൻ ആഗ്രഹമുണ്ട്. അത് ശരിയായ വിധത്തിലുള്ള ഒരു ക്ഷണം ഉണ്ടാവണം. ഞാൻ ഭാരതത്തിൽ വരുന്നത് പ്രത്യേകമായും ആഘോഷങ്ങളിൽ കൂടാനല്ല, എനിക്ക് എൻ്റെ ദൈവജനത്തെ കാണണം, അവരോടൊപ്പം ദീപബലി അർപ്പിക്കണം. ഈ ആഗ്രഹം പിതാവിനുണ്ടായിരുന്നു. 64 രാജ്യങ്ങളിലാണ് പാപ്പ സന്ദർശനം നടത്തിയത്.
ഭാരതത്തിന് മുകളിലൂടെ പറന്നു പോയപ്പോൾ പ്രത്യേകമായി ഭാരതത്തെ ആശീർവദിച്ചതായും അദ്ദേഹം പറഞ്ഞു. നമ്മളുടെ പ്രത്യേക സ്നേഹം ആ രീതിയിൽ കാണിച്ചൊരു പാപ്പയാണ്. മാത്രമല്ല, ഫ്രാൻസിസ് പാപ്പയുടെ പെരുമാറ്റ രീതികളിൽ നാം പരിശുദ്ധാത്മാവിന് വലിയ ഒരു സ്വരം ശ്രവിക്കുന്ന എ പോപ്പ് ഓഫ് ഡിസേൺമെൻറ്റ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. സഭയുടെ സത്യങ്ങളെ ഇൻടാക്റ്റായിട്ട് നിർത്തുമ്പോഴും കർത്താവിൻ്റെ കാരുണ്യം ആർക്കൊക്കെ നൽകുവാൻ സാധിക്കുമോ എല്ലാവർക്കും നൽകുവാൻ അദ്ദേഹം ശ്രമിച്ചു. ഈ പാപ്പ നമുക്ക് മനുഷ്യരോടുള്ള കാരുണ്യം മാത്രമല്ല, മനുഷ്യകുലത്തിന് നിലനിൽക്കണമെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കണമെന്നുള്ളൊരു സന്ദേശം നമുക്ക് തന്നിട്ടുണ്ട്. അത് 11ാമത്തെ കൽപ്പന പോലെ സ്വീകരിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ലോദാത്തോ സിയുടെ 10ാം വാർഷികമാണ് ഈ വർഷം. പാപ്പ നൽകിയ ഏറ്റവും സുന്ദരമായ സാമൂഹികമായിട്ടുള്ള ഒരു ചാക്രിക ലേഖനമായിട്ട് അതിനെ കാണാൻ സാധിക്കും. ഇപ്പോഴത്തെ സിനഡ് കഴിഞ്ഞപ്പോൾ സിനഡിൻ്റെ ഡോക്യുമെൻ്റായി നൽകിയത് അതിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റാണ്. മെത്രാന്മാരും അൽമായരും തിയോളജിക്കൽ എക്സ്പേർട്സും ഒക്കെ വിവിധങ്ങളായ ഡിസ്കഷൻ്റെ ഫലമായി കിട്ടിയവ ചർച്ച ചെയ്ത് പരസ്പരം കേട്ട് പ്രാർത്ഥിച്ച് അവസാനം എഴുതിയ റിപ്പോർട്ടാണത്. അതുപോലെ തന്നെ എല്ലാവർക്കും കൊടുക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അതനുസരിച്ചുള്ള സഭാ നവീകരണത്തെ പാപ്പ ആഗ്രഹിച്ച നവീകരണം അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയിൽ തന്നെയാണ് ആരംഭം കുറിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുക. പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ വത്തിക്കാൻ ബസിലിക്കയുടെ മുകളിൽ വെച്ച് എല്ലാ ജനങ്ങൾക്കും ഊർബിയത്ത് ഓർബി എന്ന ലോകത്തിനും നഗരത്തിനുമുള്ള ആശീർവാദത്തിൽ അദ്ദേഹം ചെയ്തത് ജനങ്ങളോട് ആവശ്യപ്പെട്ടത് പ്രാർത്ഥിക്കുവാനാണ്. തല കുനിഞ്ഞു നിന്ന് ജനങ്ങളുടെ ആശീർവാദ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ലോകത്തെ ആശീർവദിച്ചത്. അവസാനമായി അദ്ദേഹം കടന്നു പോകുന്നതിന് മുമ്പ് ഈസ്റ്റർ ദിനത്തിൽ നമ്മുടെ പുനരുത്ഥാനത്തെ ഓർമ്മിപ്പിക്കുന്ന ഈശോയുടെ പുനരുത്ഥാനത്തിൻ്റെ ദിവസത്തിൽ ലോകത്തിന് മുഴുവനും അദ്ദേഹം പ്രത്യാശയുടെ വർഷത്തിലുള്ള ഈ ആശീർവാദം നൽകിയപ്പോൾ പറഞ്ഞതും സമാധാനത്തെക്കുറിച്ചാണ്. ലോകരാഷ്ട്രങ്ങൾ പ്രത്യേകമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ, അരികുവൽക്കരിക്കപ്പെട്ടതും ദരിദ്രമായിട്ടുള്ളവരോടും കലാപമുള്ളിടത്തുമൊക്കെ സമാധാനം കൊണ്ടുവരാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വിദ്വേഷത്തിനും കലാപത്തിനും ഒക്കെ ഉപരിയായി സമാധാനം കൊണ്ടുവരുവാൻ നമുക്ക് മനുഷ്യർക്ക് സാധിക്കുമെന്നുള്ള പ്രത്യാശയാണ് നയിക്കുന്നത് എന്ന് പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സമാധാനത്തിന് വേണ്ടിയുള്ള ആ പ്രത്യാശയോടെയാണ് പാപ്പ യുഹലോകവാസം വെടിഞ്ഞത്. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ദൈവത്തിൻ്റെയും പരിശുദ്ധമായ ദൈവത്തിൻ്റെയും പ്രത്യേകമായ കരുതാരിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവ് നിത്യവിശ്രാന്തി കൊള്ളുമെന്ന് ശുഭപ്രതീക്ഷയുണ്ട്. അതേസമയം രോഗങ്ങളാൽ അലട്ടപ്പെട്ടപ്പോഴും അസ്വസ്ഥമായിരുന്നപ്പോഴും തൻ്റെ ദൗത്യങ്ങൾക്ക് യാതൊരു വീഴ്ചയും വരാതിരിക്കുവാൻ അദ്ദേഹം ശ്രദ്ധിക്കുകയും ആ സഹനങ്ങളെയൊക്കെയും ക്രിസ്തുവിൻ്റെ കുരിശിനോടൊപ്പം ചേർത്ത് വയ്ക്കുകയും ചെയ്ത പാപ്പയാണ്. ഈ അവസാന നാളുകളിൽ വത്തിക്കാനിലും വലിയ ആശുപത്രിയിലുമൊക്കെ പിതാവിൻ്റെ ചിത്രങ്ങളും വീഡിയോ ഒക്കെ കാണുമ്പോൾ പിതാവ് എത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശ്വാസമെടുക്കാനും മറ്റും. എങ്കിലും ജനമധ്യത്തിൽ ജനങ്ങളോടൊപ്പം വൈദികരോടുകൂടി കർദിനാളന്മാരോടുകൂടി തൻ്റെ ജോലി അദ്ദേഹം തുടരുകയാണ്. കേരളത്തിനൊരു സമ്മാനം കൂടെ നൽകിയിട്ടാണ് പാപ്പ മറയുന്നത്. ഭാരതത്തിലെ കേരളത്തിൽ പ്രത്യേകിച്ചും ആദ്യത്തെ തദ്ദേശ സന്യാസ സമൂഹത്തിന് ആരംഭം കുറിച്ച വാഗയിലെ ഏലീശാമ്മയുടെ വാഴ്ത്തപ്പെട്ടവളെന്ന നാമകരണത്തിനുള്ള നടപടിയുടെ ആ ഭാഗം പാപ്പ ഒപ്പുവെച്ചതിന് ശേഷമാണ് യുഹലോകവാസം വെടിഞ്ഞത്. അതുകൊണ്ട് തന്നെ പാപ്പയെ ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് നമ്മളോട് പ്രത്യേക കരുണയുണ്ടായിരുന്നു. തദ്ദേശീയമായിട്ടുള്ള ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിലൂടെ സഭയെ വളർത്തുവാൻ പാപ്പ ഇപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒന്ന് മിഷണറി ആകുവാനാണ്. പ്രേക്ഷിത പ്രവർത്തനം എന്നാൽ ക്രിസ്തുവിലേക്ക് ആളുകളെ ആകർഷിക്കുക നമ്മുടെ ജീവിതം വഴി. അതുകൊണ്ട് എപ്പോഴും പറയും, പ്രോസലിറ്റൈസേഷൻ അല്ല വേണ്ടുന്നത്, അട്രാക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതവും ക്രിസ്തുവിലേക്ക് നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നതായിരുന്നു. ക്രിസ്തുവിനെ എങ്ങനെ അനുകരിക്കണമെന്ന് ഫ്രാൻസിസ് കാണിച്ചു തന്നത്, വിശുദ്ധ ഫ്രാൻസിസ് അസീസി കാണിച്ചു തന്നത് ഫ്രാൻസിസ് പാപ്പയും നമുക്ക് അതേ രീതിയിൽ എളിമയോടെ കാണിച്ചു തന്നു. പാപ്പയുടെ ആത്മാവിന് നിത്യവിശ്രാന്തി നേരുന്നു.